യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവം നമുക്ക് തന്ന ഈ അവസരത്തിനായി നന്ദിയോടുകൂടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ഉറപ്പുള്ള അടിസ്ഥാനം ഇടണം. അതിൽ നമ്മൾ 4 സീസണെ കുറിച്ച് പഠിച്ചല്ലോ. ഈ സീസണുകളിൽ എങ്ങനെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത ആശയവിനിമയം എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. 4 കാര്യങ്ങൾ: എക്സ്പീരിയൻസസ്, തോട്ട്സ്, ഫീലിംഗ് ആൻഡ് ഡിസയേഴ്സ് ഭാര്യ ഭർത്താവിനോട് ഷെയർ ചെയ്യുന്നത്. 3-ാമത്തെ കാര്യം അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ നമ്മൾ ആ ഇഷ്യൂനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ രണ്ടുപേരും അടികൂടുവല്ല, ഭാര്യ ഭർത്താവും തമ്മിൽ അടികൂടുവല്ല, പക്ഷെ നമ്മൾ ആ ഇഷ്യൂനെ മുന്നിൽ കൊണ്ടിട്ട് ഈ ഇഷ്യൂ ആണ് നമുക്ക് പ്രോബ്ലം തരുന്നത്, അതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ ലാസ്റ്റ് വീക്ക് നമ്മൾ നല്ല വലിയൊരു കാര്യമാണ് ചെയ്ത് ക്ഷമിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹപ്രദമായ വീക്കായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം ക്ഷമിക്കുവാൻ ദൈവം ഇടയാക്കിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു പുതിയ സ്ലേറ്റോട് കൂടെയാണ് ഇരിക്കുന്നത്. പുതിയൊരു ബന്ധത്തിലാണ് ഇരിക്കുന്നത്. ബിക്കോസ് നമ്മള് മറ്റുള്ളവരെ ക്ഷമിപ്പാൻ, നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ എന്തെങ്കിലും ക്ഷമിക്കാതെ ഇത്രയും നാളും ഇരുന്നെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ അന്യോന്യം ക്ഷമിച്ച് ഇന്നത്തെ ക്ലാസ് നല്ല ലൈംഗിക ബന്ധം, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് പല ഇടങ്ങളിൽ സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, പക്ഷെ ദൈവം ഞങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഞങ്ങൾ അതിന് നിങ്ങൾക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ. ആമേൻ. ഗുഡ് ഈവനിങ്. ഒത്തിരി സന്തോഷം വീണ്ടും നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ കാണാൻ ദൈവം നമുക്ക് സഹായിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ സെക്ഷുവൽ ഇൻറ്റിമസി, ഇംഗ്ലീഷിൽ പറയുമ്പം സെക്ഷുവൽ ഇൻറ്റിമസി എന്ന് പറയും, അല്ലെങ്കിൽ ലൈംഗിക ബന്ധങ്ങൾ എന്ന് പറയും. അപ്പം ഇത് എങ്ങനെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് നമ്മൾ മിക്കവാറും നമ്മൾ സംസാരിക്കാത്ത ഒരു കാര്യം, ചർച്ചകളിൽ ഇതിനെപ്പറ്റി സംസാരിക്കാത്ത ഒരു കാര്യവും. പക്ഷെ ഇതിനകത്ത് വലിയ ഒരു വീഴ്ചകൾ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം. ഈ ആഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 3 കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. 3 കോൾസും ലേഡീസ് ആയിരുന്നു. ലേഡീസ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന, ഞങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, അവർക്ക് ഈ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാറില്ല, തങ്ങളുടെ ഹസ്ബൻഡ്സിൽ നിന്ന് കിട്ടാറില്ല. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാലഞ്ചസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഫിസിക്കൽ ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രോബ്ലംസ് ആയിരിക്കും. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് പരസ്പരം നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതുകൊണ്ട് പല അകർച്ചകൾ വന്നിട്ട് അതേ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈംഗിക ബന്ധം അത് തകർന്നു പോകുന്നു. സോ അപ്പം അത് എന്തുകൊണ്ടാ, അത് എന്തൊക്കെയാ പ്രോബ്ലംസ്, ബൈബിൾ എന്താ അതിനെപ്പറ്റി പറയുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. മേജറായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഈ സബ്ജക്റ്റ് വലുതായിട്ട് എടുത്ത് സംസാരിക്കാറില്ല. അപ്പൊ ഞാൻ പാസ്റ്റർ റോയുടെ അടുത്ത് പറയുമായിരുന്നു, ഈ സബ്ജക്റ്റ് ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ അത്ര വലിയ ഒരു ഈസി ആയ ഒരു കാര്യമല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ ഇത് ഒരു 1 ഫുൾ ഡേ സെമിനാർ ആയത്. ഒരു ഫുൾ ഡേ സെമിനാറിന് ഞാൻ ഞങ്ങൾ 1 hour അല്ലെങ്കിൽ 1.5 hours മാക്സിമം ഞങ്ങൾ തീർക്കണം. പക്ഷെ ഇത് പല ആംഗിളിൽ ഇതിനെ പറ്റി സംസാരിക്കാനുണ്ട്. അപ്പം അത് എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു വലിയ ഒരു ഇതിൽ ദൈവത്തിനോട് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, ഇത് അനേകർക്ക് പ്രയോജനമാകണം, ഇത് എങ്ങനെയെങ്കിലും അനേകർക്ക് ഇത് എത്തണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞങ്ങളിപ്പം ഇത് തുടങ്ങാം. അപ്പം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ ചോദിക്കാൻ പറ്റും. അതല്ലാതെ
നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞങ്ങളുടെ അടുത്ത് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫോൺ കോൾ മൂലമായിട്ട് വിളിച്ച് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ ഞാൻ എൻ്റെ ഫ്ലാഷ് ചെയ്തിട്ടുണ്ട് 9884051455. ഒന്ന് വിളിച്ചാൽ we will be able to serve you. അനേകർ ഇപ്പം ഈ സെമിനാർ മൂലമായിട്ട് അനേകർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾക്ക് വേണ്ടിയ ആവശ്യ ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദ ഫോക്കസ്, ഇതിന്റെ ഫോക്കസ് എങ്ങനാ എന്ന് നമുക്ക് നോക്കാം. The ക്രിയേഷനിൽ നോക്കുവാണെങ്കിൽ man being alone, creation was good, but what was not good എന്ന് ചോദിക്കുമ്പം നമ്മൾ ഇവിടെ നോക്കുമ്പം God created human beings, Genesis chapter 1 verses 27. God created human beings in his own image, in the image of God he created them, male and female he created them. And God blessed them and said to them, be fruitful and increase in number, fill the earth and subdue it. എന്ന് പറയുന്നു. And രണ്ടിന്റെ chapter 2 verse 18 എടുക്കുവാണെങ്കിൽ the Lord said, it is not good for the man to be alone. I will make a helper suitable for him. Right? So creation, if you look at the creation, God created man and woman in his own image. മലയാളത്തിൽ വായിക്കാം. ഉൽപ്പത്തി 1:27. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിൽ മേലും മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികൾ സകല ഭൂചര ജന്തുത്തിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അതിന്റെ 31 വാക്യം, ദൈവം താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. 2-ാം അധ്യായം 'So the creation of man and woman, Genesis chapter 1:27 നമ്മൾ കണ്ടായിരുന്നു. Creation was good, but what was very good was creating human beings in the image of God. അതാ അവിടുത്തെ ഏറ്റവും വലിയ ഒരു he was so excited in creating man and woman. So God created mankind in his own image, in the image of God he created them, male and female he created them. God felt it was very good. Genesis chapter 1 verse 31, God saw that he had made and it was very good, and there was evening and there was morning the 6th day. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത് നമ്മൾ. it was very good when he created man. So but എന്തോ പറ്റിയെന്ന് വെച്ചാല്, because of the fall എന്ന് പറഞ്ഞാൽ പാവം ചെയ്തുകൊണ്ട്, for example, now for Genesis chapter 3, he answered, I heard in the garden, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? So അപ്പം initially Adam and Eve they were naked. നഗ്നരായിരുന്നു. And they did not understand this. പക്ഷേ once when the fall happened, shame came to them and corruption in the sexual realm happened. ആ ഒരു സെക്ഷൽ റെലമില് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. Alright, so ഇപ്പം sex is actually very sacred and beautiful. Now that is why Genesis chapter 2:24, for this reason
a man will leave his father and mother and be united to his wife, and they will become one flesh. The man and his wife are both naked. The Bible says that sex is naked. That means no clothes. Ada avudathe key. They were both naked and they felt no shame. There was no shame at that time. But after the fall, they felt ashamed. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും. So, and the key verses for the Bible, നമ്മുടെ ബൈബിളിൽ നിന്ന് പറയുവാണെങ്കിൽ Hebrews chapter 13 and 4 verse എടുത്ത് നോക്കുവാണെങ്കിൽ keeping your marriage bed pure എന്ന് വായിക്കുന്നുണ്ട് നമ്മൾ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. So it is important നമുക്ക് ആക്ച്വലി നമ്മുടെ സെക്ഷൽ ലൈഫിനെ നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കണം. Now, why do we have sexual relationship? ഇത് എന്തുകൊണ്ട് നമുക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് വേണം? പ്രൊക്രിയേഷൻ. ഇറ്റ് ഈസ് ഫോർ നമ്മുടെ ഒരു ടു ബ്രിങ് ഔട്ട് ഗോഡ്ലി ജനറേഷൻ. നമ്മളൊരു ഗോഡ്ലി ജനറേഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് വി നീഡ് ലൈംഗിക ബന്ധം നമുക്ക് ആവശ്യം. അടുത്തത് ഒരു പ്ലഷർ. ഫാമിലീസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ഹാവ് ഗ്രേറ്റ് പ്ലഷർ. അതിനു വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം basically oneness in physically oneness. Ada Bible parayunnathu they will become one flesh ennu parayunnu. Now that is basically being one flesh is coming together in physical union, in becoming physical, psychological, nachal emotional connect namakku venam, spiritual connect venam. So ee moonu aspect നമ്മൾ ഈ വെബിനാർ അല്ല സെമിനാർ നമ്മളൊരു ചർച്ചയിൽ ചെയ്യുവാണെങ്കിൽ ഈ മൂന്ന് ആസ്പെക്റ്റും നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വൺ ഡേ സെക്ഷൽ ഇന്റിമസി എന്നുള്ള ഒരു സെമിനാർ ചെയ്യാനുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് ചെയ്യുന്നുണ്ട് പല ചർച്ചകളിൽ. ഈ ഇടയ്ക്ക് അനേക ചർച്ചകളിൽ ഇപ്പം ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ഇതാ. അപ്പം ഇതിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ദ മേജർ ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണുമ്പം ഗോഡ് ഇൻ ദ സെന്റർ ഓഫ് അവർ മാരേജ്. നമ്മൾ അന്നേരം ഒരു വീല് കണ്ടായിരുന്നു. ആ വീലിൽ കാണുമ്പം ഇപ്പോ അതേ വീലെടുത്തിട്ട് ഇതൊരു ട്രയാങ്കിൾ ആക്കുമ്പം ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ഗോഡ് എന്നുള്ള ആ ഒരു ട്രയാങ്കിളില് ഒരു വൺനെസ്, സ്പിരിച്വൽ, സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ കണക്ട് ആൻഡ് ഫിസിക്കൽ കണക്ട് ഇത് ആവശ്യം. എങ്ങനെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് മെൻ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് സെക്സ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ മാരേജ്. അവർക്കത് അത് ഭയങ്കര ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് പെണ്ണുങ്ങളായ ലേഡീസ് അത് മനസ്സിലാക്കണം. സ്ത്രീ സിസ്റ്റേഴ്സ് അത് മനസ്സിലാക്കണം. നമ്മുടെ ലേഡീസിന് എന്താ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഇതാ ഏറ്റവും ആവശ്യമുള്ളത്. ജെൻസിന് സെക്സ് ആൻഡ് റെസ്പെക്ട് ഇതാ ഏറ്റവും അധികമായിട്ട് നമ്മൾ സർവേ ചെയ്ത് നോക്കുമ്പം ഒരാണിന് എന്താ വേണ്ടിയെന്ന് പറയുമ്പം they like sex and respect. The first thing is respect. The second thing is sex. ആണുങ്ങൾക്ക് ആവശ്യത ഉള്ളത് റെസ്പെക്ട്. സെക്കൻഡ് സെക്ഷൽ ആക്ടിവിറ്റി. ലേഡീസിന് എന്താ ആവശ്യം? ലവ് ആൻഡ് അഫെക്ഷൻ. This is very, very important aspect in a sexual relationship. So പുരുഷന്മാർക്ക് ഇതാ റെസ്പെക്റ്റും സെക്ഷൽ ഇന്റിമസിയും ഭയങ്കര ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. ലേഡീസ് അവർക്ക്
they require love, affection and emotional connect. അവർക്ക് ഇമോഷണൽ കണക്ട് ആയെങ്കിലേ ഈ കാര്യം നടക്കത്തുള്ളൂ. സോ കാലത്ത് എണ്ണിച്ച് ഭയങ്കര തെറിയം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ഈവനിങ് ആകുമ്പോഴത്തേക്ക് വന്നിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ യു നീഡ് ടു കീപ് സെക്സ് അലൈവ് ത്രൂ ഔട്ട് ദ ഡേ. സോ ഞങ്ങൾ പറയുന്നത് sex starts in the morning. The important part of the body for sex is not the private parts. The important the important thing that is required is the brain. The brain starts, the brain, if നമ്മുടെ ബ്രെയിനിൽ അത് വന്നെങ്കിലേ, ആ ഒരു ചിന്ത വന്നെങ്കിലേ you can actually have sexual intercourse. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ക്ലീൻ ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എത്ര അങ്ങോട്ടും പരസ്പരം നമ്മുടെ ദാറ്റ് ഈസ് വൈ ഫർഗീവ്നെസ്സിനെ പറ്റി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. അതിന് മുമ്പത്തെ ആഴ്ച കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അതെങ്ങനെ കോൺഫ്ലിക്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ തീർക്കേണ്ടതെന്ന് അതിനെ നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇന്ന് നമ്മൾ സെക്ഷൽ ഇന്റിമസി നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദാറ്റ് കഴിഞ്ഞ 2 ആഴ്ച ആ സബ്ജക്ട്സിൽ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്ന അനേകർ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അനേക ഫാമിലീസ്, ഐ എം ഷുവർ ദൈവം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ കോഴ്സ് ഈ സീരീസ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് അനേക വീടുകളിൽ അനേക കുടുംബങ്ങളിൽ ഒരു വലിയ ഒരു മാറ്റം ദൈവം ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ബിക്കോസ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അത്രയും ഒരു ഇന്റൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇതിന്റെ ക്രക്സ് ഓഫ് ദ ഇഷ്യൂല് നമ്മൾ പോകുമ്പോൾ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ സെക്ഷൽ യൂണിയനെ നോക്കണം, സൈക്കോളജിക്കലായിട്ട് നമ്മൾ സെക്ഷൽ യൂണിയനെ തിങ്ക് ചെയ്യണം, ഫിസിക്കലായിട്ടും തിങ്ക് ചെയ്യണം. ഞാൻ ജസ്റ്റ് പാസ്റ്റർ റോയിന്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഈവനിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറയുമായിരുന്നു, ഞാൻ പറയുമായിരുന്നു ഇത് എത്ര ഡിഫിക്കൽട്ടായ ഒരു സബ്ജക്റ്റാ പാസ്റ്റർ, എങ്ങനെ ഞാൻ എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ചർച്ചകളിൽ സംസാരിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് ഇത് എങ്ങനെ ഞാൻ സംസാരിക്കുന്നു. പാസ്റ്റർ പറയുമായിരുന്നു ഗോ ഹെഡ് ആൻഡ് സ്പീക്ക്. ബിക്കോസ് ഇത് സംസാരിക്കാത്തതുകൊണ്ട് ഇതിൽ വരുന്ന പല വീഴ്ചകൾ. ഫോർ എക്സാമ്പിൾ, അനേക ആണുങ്ങൾക്ക് പുരുഷന്മാർക്കുള്ള ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ചാൽ, ഫിസിക്കലായിട്ട് വരുമ്പം അവർക്ക് 2 കാര്യം വലിയ ഒരു ഫിസിക്കൽ പ്രോബ്ലം ആയിരിക്കും. ഒന്ന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും, അത് ED എന്ന് പറയും. അത് എന്താന്ന് വെച്ചാൽ they have problems with the erections. ഓക്കെ, അത് ഞാൻ അവിടെ തന്നെ നിർത്താം, ഇനി അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത് പ്രീമെച്യൂർ ഇജാക്കുലേഷൻ എന്ന് പറയും. അവര് ആക്ടിവിറ്റിക്ക് അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ സ്പേം വെളി വരും. അപ്പോഴത്തേക്ക് അവിടെ ഓർഗാസം എന്ന് പറയുന്ന ഒരു ഈവന്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫോർ ദ വൈഫ് വരാത്തോണ്ട് അനേക ലേഡീസ്, ഇപ്പം ഈ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു 3 ലേഡീസ്, ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച 3 ലേഡീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇപ്പോഴത്തെ കാലങ്ങളിൽ one of the problem is it could be because of more health issues ആയിരിക്കാം. ചിലപ്പം it will be health issues or emotional issues or having some kind of a mind block. ഞാനൊരു കഥ പറയാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ മനസ്സിലാകും. 2 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് കപ്പിൾ, ഓക്കെ, ഒരു എഞ്ചിനീയറിംഗ് കപ്പിൾ, ഞാൻ സ്ഥലം പറയുന്നില്ല, ലൊക്കേഷൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു റിയൽ സ്റ്റോറി പറയുക. അങ്ങനെ അവർ 2 വർഷമായിട്ട് they have never had penetrative sex. പക്ഷെ 2 പേരും എഞ്ചിനീയേഴ്സാ, 2 പേരും എഞ്ചിനീയേഴ്സ്. ആരാണ്ട് ഒരാൾ പറഞ്ഞു ഇതുപോലെ ഒരു സെക്ഷൽ കൗൺസിലർ ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറഞ്ഞപ്പം ഈ കുട്ടി എന്നെ വിളിച്ചു.
വിളിച്ചു പറഞ്ഞു, സാറേ ഇതുപോലെ ഞങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ട്, പ്രശ്നമുണ്ട്, സാർ ഇങ്ങനെ സെക്ഷൽ കൗൺസിലിംഗ് ചെയ്യുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ദ ഗേൾ. അങ്ങനെ ഹസ്ബൻഡിനെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. രണ്ടുപേരും ഓൺലൈനിൽ വന്നപ്പം ഒരു ചെറിയ ഒരു തോട്ട് അത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല എന്ന് നോക്കുമ്പം ഫിയർ, പേടി. ചിലർക്ക് അത് ഫിയർ ആയിരിക്കും. ഫിയർ സൈക്കോസിസ് എന്ന് പറയും നമ്മൾ. ഫിയർ സൈക്കോസിസ് എൻട്രായി കഴിയുമ്പോൾ അവർക്കത് ആ പേടിയിൽ അവർ വേണ്ടാന്ന് വെക്കും. അങ്ങനെ ഇവര് ഈ റിലേഷൻഷിപ്പില് 2 വർഷമായിട്ട് അവർ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ദ ലേറ്റസ്റ്റ് ന്യൂസ്, നമ്മുടെ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഷീ ഈസ് ഗോയിങ് ടു ഡെലിവർ ദ ബേബി ഇൻ ദിസ് മന്ത്. ഈ ഒക്ടോബർ മാസത്തിൽ ബേബി ഷീ ഈസ് ഗോയിങ് ടു ഡെലിവർ. അപ്പം ആ കൊച്ചു പറഞ്ഞതാ, എൻ്റെ ചർച്ചിലുള്ള ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ച് നോക്കി, എനിക്ക് ഒരു കൗൺസിലിംഗ് കിട്ടിയിട്ടില്ല. ഞാൻ 2 ഗൈനക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്തു, അവരും എന്നെ കണ്ടിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എല്ലാം നോർമലാ എന്ന് പറഞ്ഞു. പക്ഷെ ആരും കണ്ടുപിടിക്കാത്ത ഒരു സാധനമാ അവളുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു സംഭവം. അത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, എന്തോ ദൈവാത്മാ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് ഒരു മൈൻഡിൽ എൻ്റെ മൈൻഡിൽ വന്നത് ഒരു കാര്യം ചോദിക്കാനായിട്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ഒന്ന് ചോദിച്ചു, നിനക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സെക്സ് ഇസ് പെയിൻഫുൾ എന്ന്? അത്രേ പറഞ്ഞോളൂ. ഷീ സെഡ് യെസ്. ആരാ പറഞ്ഞേ? കൂട്ടുകാരൻ. സോ വേർ ഡു വി ലേൺ ദീസ് തിങ്സ്? ഇതൊക്കെ എവിടുന്നാ പഠിക്കുന്നത് എന്ന് നോക്കിയാൽ, അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ ബുക്സ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാം ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. ഇത് കാണാത്ത ആൾക്കാരില്ല, റൈറ്റ്? ഇത് കാണാത്ത ആൾക്കാരില്ല. അനേക ക്രിസ്ത്യാനികൾ ദേ ആർ അഡിക്റ്റഡ് ടു പോണോഗ്രാഫി. അനേക പോണോഗ്രാഫി അഡിക്ഷൻസിൽ അനേക ഫാമിലീസ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്, അതാ ഞാൻ പറഞ്ഞ ഇമോഷണൽ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പം ഫിസിക്കലായിട്ട് ഒരു പ്രോബ്ലം ഇല്ല. ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം? there is no penetrative sex. That was a physical problem. But emotionally there was a problem because she could not connect with the man because of something that was stuck in her brain. So അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ കാണും. ഇത് അല്ലാതെ ഇന്നലെ കാലത്ത് ഒരു കാൾ വന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് 15 ദിവസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് കൗൺസിലറിനെ കാണണമെന്ന് പറയുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നൈറ്റ് വാസ് നോട്ട് ദെയർ. 15 days ആയിട്ട് പെണ്ണ് അടുക്കുന്നില്ല. പെണ്ണ്, I mean, the lady is not allowing him to touch. So എന്തുകൊണ്ടായിരിക്കും? അവന്റെ the boy, ആ പയ്യന്റെ ബ്രദർ എന്നെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും ഡോക്ടറെ ഈ കാര്യങ്ങളെല്ലാം? ആ പയ്യന്റെ ബ്രദർ ഒരു ഡോക്ടറാ. He is a doctor by profession. അപ്പം he is asking me എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ എന്ന് ചോദിക്കുന്നു. അപ്പം പലരും പല സംഗതി കൊണ്ട് ഇതിനെ നമ്മള് ചർച്ചകളിൽ ഇതിനെപ്പറ്റി സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ പിള്ളേർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറില്ല. അതെങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ടീച്ച് അവർ ചിൽഡ്രൻ. ഞങ്ങളുടെ 2 പെൺപിള്ളേർക്കും ഞങ്ങൾ എന്താ നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് കെയർഫുൾ ആയി ഇരിക്കണമെന്ന് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പേരൻസ് ടു ടീച്ച്. അത് നമ്മൾ ടീച്ച് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നോളജ്, വെളിയിൽ നിന്ന് കിട്ടുന്ന നോളജ് വേറെ ആയിരിക്കും. സോ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ പ്രശ്നം ആരാണ്ട് പറഞ്ഞ ഒരു ചെറിയ കാര്യം അവിടെ സ്റ്റക്കായി കിടക്കുന്നതുകൊണ്ട് നടന്ന കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പം ഷീ ഈസ് നൗ പ്രഗ്നന്റ് ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു ഡെലിവർ എ ബേബി ഇൻ ഒക്ടോബർ. സോ ഇതുപോലെ പല കാര്യങ്ങൾ, മേ ബി ചിലപ്പം പഴയ അബ്യൂസ് ആയിരിക്കും. എവിടെയെങ്കിലും സെക്ഷൽ അബ്യൂസ് നടന്നിരുന്നെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. എല്ലാ സ്റ്റോറിയും ഞാനിപ്പോ പറയാൻ പോകുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് പേഴ്സണൽ സ്റ്റോറീസ്. അതുകൊണ്ട്
കേസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ 285 കേസസ് ഞങ്ങൾ കണ്ടതിൽ 90% ഓഫ് ദി കേസസ് ആർ സെക്ഷൽ പ്രോബ്ലംസ്. 285 കപ്പിൾസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുവരെ. ആ 285 കപ്പിൾസിൽ 90% സെക്ഷൽ പ്രോബ്ലംസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അത് ആൾക്കാർ അറിഞ്ഞ് വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. ഇന്ന് വന്ന ഒരു കേസ് ഒരു നാണമില്ലാതെ അല്ലെങ്കിൽ ഒരു ലജ്ജയില്ലാതെ ആ സ്ത്രീ കരയുന്ന കാണുമായിരുന്നു, കരയുമായിരുന്നു. ബിക്കോസ് തന്റെ ഹസ്ബൻഡ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള, ഇപ്പൊ ഞാൻ ഇനി എന്തോ ചെയ്യണം, ഞാൻ വിടണോ, ഞാൻ ഡിവോഴ്സ് ചെയ്യണോ? ചിലർ ചോദിക്കുക ഞാൻ എന്തോ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഒന്നീ കൗൺസിലറിനെ കാണണം അല്ലെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിനെ കാണണം. അത് നമ്മൾ അവിടെ പോകത്തില്ല. മൂന്നാമത് ചിലപ്പം പ്രാർത്ഥന ആവശ്യമായിരിക്കും. സോ 3 കാര്യം നമ്മൾ നോക്കണം. അതാ സ്പിരിച്വൽ. ചിലപ്പം ഇത് സ്പിരിച്വൽ ആയിരിക്കാം, ചിലപ്പം സൈക്കോളജിക്കൽ ആയിരിക്കാം, ചിലപ്പം ഫിസിക്കൽ ആയിരിക്കാം. ഈ 3 നമ്മൾ നോക്കേണ്ടി വരും. ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് കാര്യം പറയുവാണെങ്കിൽ ഈ 3 ആസ്പെക്ട് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുവാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അനേകർ ഞാൻ പറഞ്ഞ 90% ഓഫ് ദ കേസസ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് വരുന്ന കേസസ് ഇങ്ങനത്തെ മിക്കവാറും ഇങ്ങനത്തെ ആയിരിക്കും. എങ്ങനെ ചുറ്റി വന്നാലും ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു വലിയ ഒരു പാളിച്ച വരും. അതുകൊണ്ട് ഇത് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. മാരേജിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ട് നമ്മൾ കരുതി അതിന് ടൈം എടുത്ത് അതിന് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ചിലർ പറയും, ഓ ഇതൊക്കെ സാധാരണ കാര്യമല്ലേ, ഇതൊക്കെ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ. പക്ഷെ റിയാലിറ്റി വരുമ്പം റിയാലിറ്റിയിൽ ഇത് ആരും നോക്കാറില്ല. റിയാലിറ്റിയിൽ എത്രയോ പേര് കരയുന്നത് ഞങ്ങൾക്ക് അറിയാം. സോ ലെറ്റ് us see now എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആകുന്നു എന്നുള്ള ഒരു നമുക്ക് നോക്കാം. നമ്മുടെ കൺസ്യൂമർ സൊസൈറ്റി, നമ്മൾ ഒരു കൺസ്യൂമർ സൊസൈറ്റിയില അല്ലേ? നമ്മളൊരു കാറ് വിൽക്കാന് എങ്ങനത്തെ അഡ്വർടൈസ്മെന്റ് ആയിട്ടെന്ന് ഞാനിത് മൈൽഡ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഈ അഡ്വർടൈസ്മെന്റ്. പക്ഷെ നിങ്ങൾ റെഗുലർ ആയിട്ട് പോയി നോക്കുവാണെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ നമ്മുടെ ആക്സ് പെർഫ്യൂം, നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന്റെ ആഡ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ലേഡീസിനെ എങ്ങനെ ചിത്രീകരിക്കുന്നത്? ഒരു എന്താ പറയുക, ഒരു വസ്തുവെ പോലെ, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ്, ഒരു സെക്ഷൽ ഓബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു ചിന്തയിൽ ഇത് ഇങ്ങനെ നോക്കുമ്പം നമുക്കത് വർക്കൗട്ട് ആകത്തില്ല. അപ്പൊ അങ്ങനെ അല്ലാതെ നമ്മുടെ കൺസ്യൂമർ സൊസൈറ്റി വിമനെ അങ്ങനെ കാണുന്നുണ്ട്. നമ്മുടെ ജനറൽ ആയിട്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത്? സെക്സ് ഇസ് ബാഡ്. ഞാനിപ്പോ ഒരു ചാറ്റിലോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരൊക്കെ ചാറ്റിലുണ്ട്? എല്ലാവരും ചാറ്റിലുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഞാനൊരു ചോദ്യം. Is sex sin? First question, is sex a sin? Okay, ഞാനത് ഓക്കെ, താങ്ക് യു. ആരാണ്ട് നോ എന്ന് പറഞ്ഞു. സെക്സ് പാവമാണോ? നോ. ഓക്കെ, വെരി ഗുഡ്. ഐ ഹാവ് വെരി ഗുഡ് ആൻസേഴ്സ്. പക്ഷേ മിക്കവാറും ആൾക്കാർ തിങ്ക് ചെയ്യുന്നത്, നമ്മുടെ സഭകളിൽ തിങ്ക് ചെയ്യുന്നത് സെക്സ് ഇസ് സിൻ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ്. എസ്പെഷ്യലി ഈ ഇടയ്ക്ക് അനേകരെ ഞങ്ങൾ കൗൺസിൽ ചെയ്യുമ്പം മിക്കവാറും വരുന്ന എന്താന്ന് വെച്ചാല്, അത് പിള്ളേരൊക്കെ ഉണ്ടായല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ, ഇതിന്റെ ആവശ്യമില്ല. പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞു, ഇനി എന്താ സാറേ അതൊക്കെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയുന്നില്ല ഏത് കൺട്രിയാന്ന്, ഔട്ട്സൈഡ് ദ കൺട്രി നല്ല ഒരു ഡോക്ടറാ വിളിച്ചത്. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്.
അവരുടെ ആ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് മാരേജിന്റെ കഥ പറഞ്ഞ് കേട്ടപ്പം we were shocked. She said, first day ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു, പക്ഷെ എന്നെ തൊട്ടതില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഫസ്റ്റ് ഡേ അല്ലേ, ടയർഡ്നെസ് ആയിരിക്കും. സെക്കൻഡ് ഡേ കഴിഞ്ഞു, തേർഡ് ഡേ കഴിഞ്ഞു, ഫിഫ്ത്ത് ഡേ കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. ഫ്രസ്ട്രേഷൻ. ഇതാരാ പറയുന്നേ? ഡോക്ടർ മാരിഡ് ആൻ എഞ്ചിനീയർ. നമ്മൾ എഞ്ചിനീയറിംഗ് എല്ലാം പഠിക്കും, പക്ഷെ ഈ എഞ്ചിനീയറിംഗ് പഠിക്കാറില്ല. മേ ബി. അപ്പം അവരുടെ ആ ഡിഫിക്കൽട്ടി സംസാരിക്കുമ്പം ഇന്നും അവർ കരയുക. She is crying, saying that it doesn't happen. ഞാൻ എന്തോ ചെയ്യണം? പക്ഷെ 2 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടല്ലോ, അപ്പൊ ഡോക്ടർ എനിക്ക് ക്ലാസ് എടുക്കുക. 2 കുട്ടികൾ എങ്ങനെയെങ്കിലും ആവും സാറേ. അത് എഗ്ഗുള്ള ദിവസം ഞാൻ തന്നെ കൊല്ലം ചെയ്യിച്ച് ഞാൻ 2 കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. Now you understand എത്ര ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഈ കാര്യം പറയുന്നത്. ഇതേപോലെ വേറൊരു കേസ് ഞങ്ങൾക്ക് അറിയാം. ഇതേപോലെ കേസ് 2 വട്ടം മാത്രം സെക്ഷൽ ആക്ടിവിറ്റി നടന്നു, 2 പ്രാവശ്യവും പ്രഗ്നന്റ് ആയി. പക്ഷെ ഇന്ന് ഡിവോഴ്സ് ആയി. അതിനുശേഷം ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരുമുണ്ട്. സോ ഒരു സൈഡില് ഭയങ്കരമായിട്ട് എക്സൈറ്റഡും ഭയങ്കര അഗ്രഷനും ഉള്ള ആൾക്കാരുണ്ട്. ഒരു സൈഡ് നോക്കുമ്പം ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ 2 സൈഡ് നമ്മൾ നോക്കണം. എക്സൈറ്റഡ് ആയി നന്നായിട്ട് പോന്നെങ്കിൽ വെരി ഗുഡ്, ഹാപ്പി, എക്സലന്റ്. പക്ഷേ അങ്ങനെ പോകുന്നില്ലെങ്കിൽ then you need some help. അപ്പം ഹെൽപ്പ് ചോദിക്കുന്നതിൽ തെറ്റില്ല. തീർച്ചയായിട്ടും ആരെങ്കിലും കണ്ട് നമ്മൾ we need to get that. Sex is largely separated from relationship and commitment. Commitment ഇല്ലാതെ നമ്മുടെ സൊസൈറ്റി നമ്മൾ സെക്സിനെ കാണുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് നടക്കണം. പക്ഷേ ഇനീഷ്യൽ സെക്സ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇമോഷണൽ കണക്ട്, ഭാര്യയുടെ കൂടെ ഇമോഷണൽ കണക്ട് നടത്തിയില്ലെങ്കിൽ ഇത് നടക്കാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചായിരുന്നു, നമ്മുടെ ഹൃദയത്തിലെ ഹേർട്ട്, വേദന, കയ്പ്, അല്ലെങ്കിൽ പലവിധമായ ഭർത്താവിനോടുള്ള സ്നേഹമില്ലെങ്കിൽ, ഭാര്യയോടുള്ള സ്നേഹമില്ലെങ്കിൽ ഈ ഇമോഷണൽ കണക്ട് വരത്തില്ല. നമ്മൾ ഇതിനു വേണ്ടി പോകുമ്പോൾ എന്താകുമെന്നറിയോ? ഓൾറെഡി നമ്മുടെ ഹൃദയത്തിൽ ഹേർട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡിയെ ഒരു ഹസ്ബൻഡിനോ വൈഫിനോ വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി വി ആർ ഇൻ ഹേർട്ട്. ഓക്കെ, അതിനാ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡീൽ ചെയ്തത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണമെന്ന്. ക്ഷമിച്ച് ഹൃദയം നല്ല ശുദ്ധിയായിട്ടിരുന്നാൽ, ആ സ്നേഹം നിറഞ്ഞു നിന്നാൽ മാത്രമേ ഈ സെക്ഷുവൽ ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? ആ ഹേർട്ടുകളെ, അപ്പൊ ഇന്നലെ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച പോലെ ഇരുന്ന് സംസാരിക്കുക. അന്നുള്ള കാര്യങ്ങള്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ വേദനകളെ മറ്റുള്ളവരോട് സംസാരിച്ച് ക്ഷമ ചോദിച്ച് പോവുമെങ്കിൽ ഈ സെക്ഷൽ ലൈഫിൽ നമുക്ക് നല്ലൊരു എൻജോയ് ചെയ്യുന്ന, ആക്ച്വലി ഭാര്യ ഭർത്താവ് തമ്മിൽ എൻജോയ് ചെയ്യേണ്ട ഒരു ലൈംഗിക ബന്ധമാണ്. ഈ ബന്ധം എന്ന് പറയാൻ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം അത് സീക്രട്ട് ആയിട്ട് വെച്ചതാണ്. അത് പ്യുവർ ആണ്, അത് ഹോളിയാണ്. ഭാര്യ ഭർത്താവ് ബന്ധത്തില് നമ്മൾ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും അത് സിന്നല്ല. നിറയെ പേര് ഇവിടെ എഴുതിയതിൻ്റെ തൊട്ട് ഇറ്റ് ഈസ് നോട്ട് സിൻ. നമ്മുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇൻസൈഡ് ദ മാരേജ്, കല്യാണ വിവാഹ ബന്ധത്തില് നമ്മൾ ഇത് പോകുന്നുവെങ്കിൽ ഇത് ഒരിക്കലും സിന്നല്ല. നമ്മളെ എന്തുകൊണ്ട് സിൻ ഉള്ളിൽ വരുന്നു? നമ്മുടെ ശരീരങ്ങളെ, ഭാര്യ അല്ലെ ഭർത്താവ് തന്റെ ശരീരങ്ങളെ മറ്റവർക്ക് കൊടുക്കാത്തതുകൊണ്ട് വെളിയിൽ നോക്കുന്നു, വെളിയിലത്തേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു. അതുകൊണ്ട് അവിടെ പാപം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഇൻസൈഡ് ദ മാരേജ് നമ്മുടെ ഭാര്യ അല്ലെ ഭർത്താവിന്റെയോ ശരീരത്തെ വിട്ടുകൊടുക്കുക. This is a gift from God for our pleasure and enjoyment within marriage. Okay, within marriage, അതാ അവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്.
വിത്തിൻ മാരേജ് അനേക മാരേജ് തകർന്നു പോകാനുള്ള കാരണം ഒന്നീ ഔട്ട്സൈഡ് മാരേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസൈഡ് മാരേജ് ഒന്നും ഇല്ലാതിരിക്കും. അതാ അതിന്റെ ഡിഫറൻസ്. സോ അത് നമ്മൾ നോക്കണം. ഇൻസൈഡ് മാരേജ്, it is also a way to communicate love that goes beyond words. നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഈ ലൈംഗിക ബന്ധത്തിന് മുഖാന്തരം നമ്മൾ അതിന് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഒരുത്തരെ സ്നേഹിക്കാതിരിക്കുമ്പം ഇത് നടക്കാൻ പോകത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. സോ അതുകൊണ്ട് നമ്മൾ ആ ലവ് കമ്മ്യൂണിക്കേഷൻ, ആ നമ്മളെ സ്നേഹം കൊടുക്കുന്നത് ഈ ഒരു ആക്ട് മൂലമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ആൻഡ് ഡീപ്പൻസ് ദ വൺ ഫ്ലഷ്. ഇരുവരും ഒരേ മാംസമായിരിക്കുന്നു, അല്ലെങ്കിൽ ദേ ബോത്ത് ആർ വൺ ഫ്ലഷ് എന്നുള്ള ആ ബോണ്ട് ബൈബിളിൽ പറഞ്ഞേക്കുന്ന വൺ ഫ്ലഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രത്തിലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. It is a way out to develop intimacy, potential of growth of sexual relationships. This designed to develop over a lifetime as mutual love and understanding grows. So ഈ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രോബ്ലം എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറയുമ്പം as the age increases, നമ്മുടെ ഏജ് ഇൻക്രീസ് ആയി വരുമ്പോൾ lot of problems. For example, ലേഡീസിന് എന്തായിരിക്കും മെനപ്പോസൽ പ്രോബ്ലം. അവർക്ക് അവരുടെ പീരിയഡ്സ് നിൽക്കാനുള്ള സമയം വരും. as soon as this starts, ഈ ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് പെരിമെനപ്പോസൽ സ്റ്റേജ് എന്ന് പറയും. When perimenopausal stage comes, they will not be able to do sexual activity very frequently. So ആ ഒരു സ്റ്റേജിൽ നമ്മൾ ആസ് ജെൻസ് നമ്മളത് മനസ്സിലാക്കി അവരുടെ ബോഡി ചേഞ്ചസ്, രണ്ടാമത് അവരുടെ ബോഡി ഹീറ്റ് ആകും, അല്ലെങ്കിൽ ആ ഒരു ഇത് നോക്കുക, ആ ഇത് എടുക്കണം. അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജെൻസിന് പോസ്ട്രേറ്റ് കംപ്ലൈൻറ്റ്സ് വരും. ഫിസിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ പോസ്ട്രേറ്റ് കംപ്ലൈൻറ്റ്സ് അത് വരുമ്പം അവർക്ക് they will not be able to manage. ആ ഒരു സമയത്ത് അവർക്ക് അത് ട്രീറ്റ്മെന്റ് ചെയ്യണം. സോ ആ സ്റ്റേജസ് വരുമ്പം ജെൻസിനുള്ള പ്രോബ്ലംസ് ഉണ്ട്. I will address that issue. Okay, so അങ്ങനെ നമ്മൾ ഈ ഒരു ഇഷ്യൂ നമുക്ക് ലെറ്റ്സ് റീഡ് 1 Corinthians chapter 7 നമുക്ക് നോക്കാം. ഒരു ഡീപ്പർ ആയിട്ട് ഉള്ള ഒരു സ്പിരിച്വൽ കോണറ്റേഷനിൽ നമുക്ക് ഇത് നോക്കാം. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. അനേകർ ഇവിടെ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വായിച്ചിട്ട് എൻ്റെ വൈഫ് മലയാളത്തിൽ വായിക്കും. 1 Corinthians chapter 7, but since sexual immorality is occurring, each man should have sexual relation with his own wife. Adenda own wife, aneka പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, why own wife? Right? And each woman with her own husband. രണ്ടുപേർക്കും ഉണ്ട്, വൈഫ് മാത്രമല്ല ഹസ്ബൻഡും ഉണ്ട്. സോ അപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഞാൻ പറയാം. ഇത് ഈ വചനം വായിച്ച് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് പറയാം. The husband should fulfill his marital duty. എന്റെ ബൈബിളിൽ marital duty എന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. നിങ്ങളുടെ ബൈബിൾ, അതേ ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ marital duty to his wife, and likewise the wife to her husband. Likewise wife to the husband. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയുന്നത്. The wife does not have authority over her own body, but yields to her husband. In the same way, the husband does not have authority over his own body, but yields to his wife. Do not deprive each other except perhaps by mutual consent, and for a time, so that you may devote yourself to prayer. Then come together again, so that Satan will not tempt you because of your lack of self-control.
I say this as a concession, not as a command. I wish that all of you were as I am. Paul is saying this. But each of you has your own gift from God. One has this gift, another has that. So ഇതിന്റെ മലയാളം എടുക്കാം നമുക്ക്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് അത്ര അവകാശം. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോട് അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. ഞാൻ ഈ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യം, പലപ്പോഴും ഞങ്ങളെ കൗൺസിലിംഗിൽ കണ്ട ഒരു കാര്യം, അവർ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ടൂറ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് ഉപവാസ പ്രാർത്ഥനയായിരിക്കും, ഞായറാഴ്ചത്തേക്ക് പ്രിപ്പറേഷൻ ആയിരിക്കും. ഭർത്താവ് തിങ്കളാഴ്ച വെളിയിൽ പോകുന്നതാ, ബിസിനസ് ട്രിപ്പിന് വേണ്ടി പോയിട്ട് വരുമ്പോൾ വെള്ളിയാഴ്ച തിരിച്ചു വരത്തുള്ളായിരിക്കും. അപ്പൊ ഭാര്യ എന്താ ചെയ്യും? പ്രിപ്പറേഷനാ, സൺഡേക്ക് വേണ്ടി പ്രിപ്പറേഷനാ. അതുകൊണ്ട് അവൾ പറയുന്നത് ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഇത് സിന്നാണ്, അതുകൊണ്ട് ഞാൻ ഇതിലെ ആക്ടിവിറ്റിയിൽ ഞാൻ ഇൻവോൾവ് ആകത്തില്ല. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, തന്റെ ഭർത്താവിന് സാറ്റിസ്ഫൈ ചെയ്തിട്ട്, ഓക്കെ, എന്റെ ശരീരം എന്റേതല്ല, എനിക്ക് അവകാശപ്പെട്ടതല്ല, എന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. ഭർത്താവിന്റെ ശരീരം ഭർത്താവിന് അവകാശപ്പെട്ടതല്ല, ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? എപ്പോഴും എന്നിട്ട് പലപ്പോഴും നമ്മൾ ഈ ചില സഭകളിൽ നടക്കുന്നതെന്ന് പറഞ്ഞ ഉപവാസ പ്രാർത്ഥന, ഓക്കെ, ഇന്ന് ഇത്ര ഒരു 21 ദിവസം ഉപവാസം. അപ്പൊ എപ്പോഴാണ് നമ്മുടെ ഭർത്താവിന്റെയോ അല്ല ഭാര്യയുടെ അവരുടെ ഡിസയർ, അവരുടെ ആഗ്രഹത്തെ നമ്മൾ സാധിച്ചു കൊടുക്കുന്നത്? ഈ ഉപവാസവും പ്രാർത്ഥനയും അതെല്ലാം വേണം. പക്ഷെ ഭർത്താവിനും ഭാര്യയ്ക്കും കൊടുക്കേണ്ട ആ ലൈംഗിക ബന്ധം അവരിലുണ്ട്, അത് മാത്രമേ അവരെ സ്ട്രോങ് ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിശാച്, ഇവിടെ പറയുന്നുണ്ട്, പിശാച് അടുത്ത് നിൽക്കുക നമ്മളെ ശോധിക്കാൻ വേണ്ടി, നമ്മളെ ശോധന ചെയ്യാൻ വേണ്ടി, നമ്മളെ തള്ളിയിടാൻ വേണ്ടി. അപ്പൊ നമ്മൾ അതിന് ഇടം കൊടുക്കല്ലേ. അപ്പൊ ഒരു ഭാര്യയ്ക്ക് എന്താ ആവശ്യമുള്ളത്, ഒരു ഭർത്താവിന് എന്താ ആവശ്യമുള്ളത്, നമ്മുടെ ശരീരത്തെ അവർക്ക് കൊടുക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. സോ അപ്പം ഈ വചനത്തിൽ നോക്കുമ്പം മൂന്നാം the husband should fulfill marital duty. അതിനു മുമ്പ്, but since sexual immorality is occurring, each man should have sexual relationship with his own wife and each woman with her own husband. രണ്ടാമത്തെ വചനം. ഇത് എന്തുകൊണ്ട് ഇപ്പം ഈ ചാറ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യന് ഞാൻ അങ്ങനെ അങ്ങ് ആൻസർ ചെയ്യാൻ പോവാ. ഇപ്പം ഈ ചാറ്റിൽ വന്ന ക്വസ്റ്റ്യനിൽ എനിക്ക് വന്നത്, എന്തുകൊണ്ട് ഈ വചനം ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്, എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ട്. അനേക വീടുകളിൽ നടക്കുന്ന ഒരു സംഭവമാ, മൊബൈൽ ഫോണിൽ എന്തുവാ കാണുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അവരുടെ പാമ്പില, ഇറ്റ് ഈസ് അണ്ടർ ദ പാം. സോ അവരെന്തുവാ കാണുന്നത്, പിള്ളേർ എന്താ കാണുന്നത്, അല്ലെങ്കിൽ വൈഫ് എന്താ കാണുന്നത്, നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ അവർ നോക്കി കണ്ട് നടക്കുക. അനേക വീടുകളിൽ പോണോഗ്രാഫിക് അഡിക്ഷനായി മാറി ഇന്നത്തെ കാലത്ത്. ബിക്കോസ് പരസ്പരം ചോദിക്കാൻ പറ്റാതെ വരുമ്പം, പണ്ട് DVD-യും അത് ഇതൊക്കെ അറിയാതെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ കാണുന്ന സമയങ്ങൾ, ഇപ്പൊ അങ്ങനെ ആവശ്യമില്ല, എല്ലാം യൂട്യൂബിൽ കയറിയാൽ എല്ലാം കിട്ടും. സോ ലൈഫ് ഹസ് ചേഞ്ച്. പക്ഷെ പാപമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇതൊരു പാപമാ എന്ന് ഉള്ള ആ ചിന്ത പോയി. ഇറ്റ് ഹസ് ബിക്കം എ നോർമൽ തിങ്. അങ്ങനെ ആവുമ്പം അകത്ത് പാവം വരുന്നു. അത് മാത്രമല്ല, അനേകർ ഞാൻ ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞ ഫസ്റ്റ് തൊട്ട് തുടങ്ങി ലേയിങ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പം, പരസ്പരം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പം ഓഫീസിൽ പോയിരുന്ന് ആരെങ്കിലും നല്ല ഒരു തുണിയിട്ട് വരുന്ന ആ ലേഡി നല്ല ഡ്രസ് ആയിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് ഒരു അപ്രീസിയേഷൻ പറഞ്ഞില്ല, പക്ഷെ ഇവൻ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കും, ഏത് പൈങ്കിളിയെ കൊത്തിക്കൊണ്ടു പോവാന്ന്. ആ സമയത്ത് ഈ പൈങ്കിളി വരുമ്പോ പറയും, ഓ നിന്റെ ഡ്രസ്സ് സൂപ്പറാ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇവൻ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവളങ്ങ് വീഴും. ബിക്കോസ് വീട്ടിലൊരു അപ്രീസിയേഷൻ ഇല്ല. അങ്ങനെ വീണ് ആദ്യം അവര് കൂട്ടമായിട്ട് കാപ്പി കുടിക്കാൻ പോകും.
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ നിന്ന് എല്ലാം മാറിപ്പോവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് രണ്ടുപേരും കാപ്പി കുടിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാ. നമുക്ക് അനേക ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വാട്സാപ്പിൽ കൂടെ അനേക ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ ഇപ്പോഴത്തെ നടക്കുന്ന ട്രെൻഡ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന കുറഞ്ഞുപോയി. അനേകർ ഇപ്പം സോപ്പ് ഓപ്പറാസ്, നമ്മുടെ എന്തോ പറയുന്നത് ആ ടി വിയിൽ കാണുന്നത്, സീരിയൽ കണ്ട് അനേകർ സീരിയലിനകത്ത് ഇൻവോൾവ് ആയി സ്പിരിച്വൽ ലൈഫ് കട്ട് ചെയ്ത് സീരിയലിനകത്ത് കയറി അത് കണ്ട് 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 നമ്മുടെ പ്രാർത്ഥന ടൈം, നമ്മുടെ പിള്ളേരുടെ അടുത്ത് ചെലവാക്കുന്ന ഫാമിലി പ്രയർ എല്ലാം പോയി. അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ വീണ്ടും പഴയ കാലങ്ങളിലെ പോലെ നമ്മുടെ മുർപ്പിതാക്കൾ ചെയ്തതുപോലെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വീടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി പ്രയർ ഇല്ലാതെ കിടക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ മമ്മിയാണെങ്കിൽ അത് സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നിരിക്കും. വാടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാതിനൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് താഴെ ഇരുത്തി എങ്ങനെയെങ്കിലും. അതിന്റെ ഒരു ഇതായി ഇപ്പോഴും നമ്മൾ കാണുന്നത്. ആ ഒരു സിസ്റ്റം നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിലോട്ട് പോകുന്നില്ല. എനിക്കറിയാം, ഞാൻ ചിലപ്പം എന്നെ തെറ്റായിട്ട് പറയുമായിരിക്കും. പണ്ട് നമ്മൾ സൺഡേ സ്കൂളില് പണ്ട് നമ്മൾ സൺഡേ സ്കൂളിൽ പോകുമ്പം നമുക്ക് വചനം പഠിച്ചില്ലെങ്കിൽ ഭയങ്കര കഷ്ടമായിരുന്നു. അന്ന് നമുക്ക് ഭയങ്കര എഗെയിൻസ്റ്റ്, നമുക്കൊരു ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാം കളറിങ്. ഹായ്, ദിസ് ഇസ് സോ നൈസ്, വി സീ ദിസ് പിക്ചർ, സോ നൈസ്. പക്ഷെ അവരെ വചനമൊന്നുമില്ല. ആണോ ഇല്ലയോ? താങ്ക് യു പാസ്റ്റർ, താങ്ക് യു പാസ്റ്റർ ആണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാ ആഴ്ചയും ഉണ്ട് രണ്ടുപേരും കൂടെ. പാസ്റ്റർ രാജു നെല്ലിമൂട്ടിൽ, യെസ്, താങ്ക് യു സോ മച്ച്. അപ്പം ആ ഒരു ഫാമിലി ഓർഡർ നമ്മൾ എടുക്കാറില്ല. നമ്മുടെ കയ്യിൽ ആ ഫാമിലി ഓർഡർ എടുക്കാതെ men has become docile. നമ്മൾ men have outsourced. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്ക്, നമ്മൾ ഈ ഔട്ട്സോഴ്സ്ഡ് വർക്ക് എന്ന് പറയത്തില്ലേ, നമ്മുടെ IT ഔട്ട്സോഴ്സ് പോലെ നമ്മൾ സ്പിരിച്വൽ മേഖലയെ ലേഡീസിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ലേഡീസിന്റെ കൈ കൊടുത്തു, നീ നോക്കിക്കോടി എന്ന്, എന്നാ നീ വിളിച്ചോ. അപ്പൊ ആ ഒരു ഇതിൽ വരുമ്പം ഈ ഒരു ഇഷ്യൂസും നമുക്ക് വരും. ഞാൻ അങ്ങനെ സ്പിരിച്വലിലോട്ട് കയറി. അപ്പം ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ. ആ സ്പിരിച്വൽ ആസ്പെക്ട് 1 കൊരിന്ത്യർ 7 ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും why Paul is saying same husband same wife. അത് നമ്മുടെ മാരേജിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് പോൾ പറയുന്നത്. അപ്പം സെക്ഷൽ ഇന്റിമസി, താങ്ക് യു. ഓൾറെഡി ചാറ്റ്സ് നിറഞ്ഞു കിടക്കുന്ന. താങ്ക് യു ഫോർ ദീസ് ടോക്സ്, അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്. I am unmarried. My mom is also attending. I've been a victim of many abuses. It's important for my parents to know. So thank you very much. We really appreciate you for this message. Really appreciate you. And we are so thankful for God for helping us to do this, because ഈ ഒരു വലിയ ഒരു ഈ സംഭവം ആരും സംസാരിക്കാത്ത ഒരു കാര്യമാണ്. വീണ്ടും ഇതിനകത്ത് നമ്മൾ ഇനിയും ഡീപ്പർ ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ലെറ്റ് മീ സീ ഹൗ ഐ ക്യാൻ ടേക്ക് യു ഡീപ്പർ. Is it a vital part of a marriage? Is sex a vital part of a marriage? Is it very important? Yeah, I can see some heads being nodding. കുറച്ച് ആൾക്കാർ ഇങ്ങനെ യെസ് പറയുന്നുണ്ട്.
Thank you for the chat. ആരണ്ടൊക്കെ ചാറ്റിൽ ഇടുന്നുണ്ട്? Yes, thank you so much. Thank you so much. Thank you. Appreciate you for your chat. Thank you so much. Thank you. Sex is an important aspect of marriage. Somebody is asking me a question: is foreplay unspiritual? Is there any boundary for it? Okay, ഇതൊക്കെ ഭയങ്കര deep questions ആ. നമുക്ക് വേണമെങ്കിൽ question time എടുക്കാം. But the anchor can pick up these questions and ask me later. Idinte questions namakku pinne choikkan. Namakku foreplay plays a very important role in sex. Okay, ade njan malayaalathil engane parayunna ariyilla. Foreplay is an important aspect in sexual activity. It is important. Okay, tatte mutteyke venam initially, otherwise it doesn't work. And especially women take longer time to become aroused. Ladies പീക്കിന് വരാനായിട്ട് സമയം പിടിക്കും. നമ്മൾ പേഷ്യന്റ് ആയിട്ടിരിക്കണം. നമ്മൾ പേഷ്യന്റ് ആയി പോകരുത്. ജെൻസ് പേഷ്യന്റ് ആയി പോകരുത് കേട്ടോ. നമ്മൾ പേഷ്യന്റ് ആയിട്ടിരിക്കണം. So it is not the icing on the cake, but it's a vital ingredient. Sex itself is a cake. അതൊരു കേക്ക് കഴിക്കുന്ന പോലെ ഫുൾ ആയിട്ട് കഴിക്കണം. ജസ്റ്റ് വെറും സൂപ്പർഫിഷ്യൽ ആയിട്ട് ഇത് മാത്രം ക്രീം മാത്രം നക്കിയിട്ട് പോകുന്നതല്ല. It has to become a full time, it has a full time work. ചിലരിങ്ങനെ പല്ല ഒന്ന് തട്ടി അങ്ങനെ തട്ടി അങ്ങ് പോവും. അത് വർക്കൗട്ട് ആവത്തില്ല. അത് എൻജോയ് അല്ല. ഒരു ഓർഗാസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഓർഗാസം, മലയാളത്തിൽ ഞങ്ങൾ എങ്ങനെയോ കണ്ടുപിടിച്ചത് രതിമൂർച്ച എന്ന് പറയുന്നു. പരവേശം അല്ലെങ്കിൽ രതിമൂർച്ച എന്നുള്ള വാക്കാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ഒരു രതിമൂർച്ച വരണമെങ്കിൽ യു ഹാവ് ടു ഇൻവോൾവ്, രണ്ടുപേരും ഇൻവോൾവ് ചെയ്തെങ്കിലേ അത് വരത്തുള്ളൂ. സോ ഒരാൾ മാത്രം മിക്കവാറും നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ആണുങ്ങൾ തങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ചെയ്തു പെണ്ണുങ്ങളെ മറന്നു പോവുക. അനേക പെണ്ണുങ്ങൾക്ക് എന്താ ഒരു ചിന്ത എന്ന് പറയുമ്പം, എന്നെ അവര് യൂസ് ചെയ്യുവാന്നോ, എന്റെ ബോഡി യൂസ് ചെയ്ത് എന്നെ കൺസിഡർ. ഇന്ന് വന്ന ഒരു കേസ് പറഞ്ഞതാ, ഹി ജസ്റ്റ് ഫിനിഷസ് ആൻഡ് ഗോസ്. തന്റെ കാര്യം കഴിഞ്ഞു, എന്റെ അടുത്ത് ചോദിക്കത്ത് പോലും ഇല്ല നിനക്ക് വല്ലതും ആയോടി. ഇറ്റ് ഹേർട്സ് മീ. He uses me as, thank you so much. Somebody is already commenting on the chat. And so I want to tell the men, പുരുഷരെടുത്ത് പറയുക, don't use your wives as an object. ഒരു object പോലെ യൂസ് ചെയ്യരുത്. You need to understand, connect very emotionally. Yeah. ചിലപ്പോ ഞങ്ങള് കൗൺസിലിംഗിൽ കേട്ടിട്ടുണ്ട്, ഞാനൊരു വീട്ടിൽ പ്രശ്നം ഉണ്ടാകല്ലേ, അതുകൊണ്ട് ഞാനൊരു മരം പോലെ എൻ്റെ ഭർത്താവിന് കിടന്നു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ പലരും വേദനയോടുകൂടെ വീട്ടിൽ പ്രശ്നം, ബിക്കോസ് ഈ സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് അവരുടെ സ്ട്രെസ്, അവരുടെ വേദന, സപ്പോസ് നമ്മുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും വേദന, ചിലപ്പോൾ നമ്മൾ ഓർക്കും വേദനകളൊക്കെ വരുന്നത് ചിലപ്പോൾ ആ സെക്ഷൽ റിലേഷൻഷിപ്പ് കഴിയുമ്പോഴുണ്ടല്ലോ, ആ സെക്ഷൽ ഇന്റിമസി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു നല്ലൊരു സുഖമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ നിറയെ ലേഡീസ് പറയുന്നത്, ഞാൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് എന്തോ ചെയ്യും, ഞാൻ അങ്ങനെ ഒരു മരം പോലെ, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല, ബിക്കോസ് എനിക്ക് ഉള്ളിലെ ഓൾറെഡി ഹേർട്ട് ഉണ്ട്, എൻ്റെ ഉള്ളിലെ ഓൾറെഡി വേദനയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ ബോഡി ഞാൻ കൊടുക്കാൻ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭാര്യ ജസ്റ്റ് ഗിവിങ് ഹർ ബോഡി ഒരു ലോഗ് പോലെ അങ്ങ് കിടന്നു കൊടുക്കും, എന്ത് വേണേലും ചെയ്തിട്ട് പോകും. ബട്ട് ഷീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, അവള് സാറ്റിസ്ഫൈഡേ അല്ല. അങ്ങനെ നിറയെ ലേഡീസ് ഞങ്ങളുടെ അടുത്ത് കൗൺസിലിംഗ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് അല്ലെന്ന് ഞങ്ങൾ ഇന്ന് പുരുഷന്മാരോട് പറയുകയാണ്. സ്ത്രീക്ക് വേണ്ടുന്ന അവർക്ക് സ്നേഹം കൊടുക്കണം, അവർക്ക് ആഴമായ ആ സ്നേഹം. അവരെ രാവിലെ മുതൽ വൈകിട്ട് വരെ അവരെ സ്നേഹിച്ചാൽ മാത്രമേ വൈകിട്ടത്തെ ആ രാത്രിയിലെ നിങ്ങളുടെ ആ നല്ല ദിവസത്തെ നല്ല വിധത്തിൽ കഴിയാൻ പറ്റത്തുള്ളൂ. അവരെ വഴക്ക് പറഞ്ഞ് രാവിലെ മുഴുക്ക് അവള് ജോലി ചെയ്ത് വീട്ടിലെല്ലാ വേലയും ചെയ്തതിന് ശേഷം രാത്രി വന്ന് ഓക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യണം, എനിക്ക് കിടന്നുറങ്ങണം, എനിക്ക് എന്റെ സ്ട്രെസ് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയെ പോയി അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതല്ല. സ്നേഹം കൊടുക്കാൻ പഠിക്കുക, ഭർത്താവ് സ്നേഹം കൊടുക്കുവാൻ പഠിക്കുക. അതേപോലെ തന്നെ
തന്റെ ഭർത്താവിന് ആവശ്യമുള്ള കാര്യം ആ സ്നേഹം കൊടുക്കുമ്പോൾ മാത്രമേ ഈ നമ്മുടെ കുടുംബ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഈ ചാറ്റിൽ കിടക്കുന്നു, യെസ്, മെനി വുമൻ ഫീൽ ദാറ്റ് മെൻ യൂസ് ദം ആസ് എൻ ഓബ്ജെക്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫ്രീ ഓഫ് കോസ്റ്റ്, കല്യാണം കഴിച്ചുകൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് to satisfy sexual needs there is no sense of belonging. Thank you very much whoever has wrote that. It's an important aspect of sexual intimacy. അതുകൊണ്ട് very important, we need to understand that it is so important for husband and wife to understand that this is God created to enjoy sex inside the relationship of marriage. Relationship of marriage la idu exchange cheyande. It is to enjoy the relationship inside marriage, not outside marriage. Outside marriage you will not really enjoy, because that is something which I always tell people who come to me for premarital counseling. Premarital counseling varumbam just another chat vanniട്ടുണ്ട്. ടോപ്പിക് ഭയങ്കര ഹോട്ട് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വലിയ കഷ്ടമില്ല. Just now got another one. We recently faced a teenager boy whose father has an affair and mother is not aware. Only he knows. His mother has an affair, his father doesn't know, but he knows, and the boy has a dirty affair, which both father and mother was not aware. This teenager wants to come out, but home is not a counsel comfort for him. He is now being engaged in counseling with a known senior. So this is something because we don't teach. നമ്മൾ ആ ശരിക്ക് വീടുകളിൽ നമ്മൾ ആ ഒരു കെയർ ആൻഡ് കൺസേൺ നമ്മുടെ ഓൺ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പ്രകാരമായിരിക്കും ഇതിന്റെ അഫക്ട്സ് വീട്ടിൽ നടക്കുന്നത്. സോ ദ ഇമ്പോർട്ടൻറ്റ് തിങ്, സെക്ഷൽ ഇന്റിമസി വേണമെങ്കിൽ ഫസ്റ്റ് കാഷ്വാലിറ്റി എന്താണെന്ന് വെച്ചാൽ ടയർഡ്നെസ് ആൻഡ് ഇന്ന് എനിക്ക് പറ്റത്തില്ല. ഒന്നീ വൈഫ് പറയും ഇന്ന് എനിക്ക് പറ്റത്തില്ല എന്ന് പറയും, ബിക്കോസ് ഞാൻ ടയർഡാന്ന് പറയും. ചില ആൾക്കാർ ചുമ്മാ എങ്കിലും ടയർഡെന്ന് പറയും. അങ്ങനെ ആൾക്കാരുണ്ട്. അവർക്ക് കാലത്തെ ഇടിയോലോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് സെറ്റ് ആയില്ല എങ്കിൽ പറയും ഇന്ന് പറ്റത്തില്ല, തലവേദനയാന്ന് പറയും. ചുമ്മാ എങ്കിൽ കള്ളം പറയും. ചിലപ്പോ സത്യത്തിൽ കാണുമായിരിക്കും അവർക്ക് വേദനയായിരിക്കും, അവരുടെ ശരീരത്തില് തലവേദന ഉണ്ടായിരിക്കും. ആ സമയത്ത് പുരുഷൻ അത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുക. രാവിലെ മുതൽ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരീരത്തിൽ വേദനയായിരിക്കും. പ്രത്യേകിച്ച് പുരുഷന്മാർ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ മന്ത്ലി സർക്കിൾ വരുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ആ സമയത്ത് ഒരു പുരുഷനോട് അടുക്കുവാൻ കഴിയത്തില്ല. അതിനു മുമ്പേ ഒരു വീക്ക് മുമ്പേ തൊട്ട് തന്നെ അവരുടെ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും. അതപ്പോ ഒരു പുരുഷൻ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. തലവേദന കാണും. ആ സമയത്ത് ഒരു മൃഗത്തെ പോലെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ പോയി ചാടി കയറി വീഴുകയല്ല. ആ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഭർത്താവിന്റെ കടമയാണ്. മനസ്സിലാക്കണം, എന്റെ ഭാര്യയ്ക്ക് ഇന്ന് വീക്കാണ്, ഇന്ന് അവൾ ഇതിൽ കൂടി പോകുന്നു. ഞാൻ എന്തെങ്കിലും കിച്ചണിൽ വേല ചെയ്തു കൊടുത്താൽ, അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ, അല്ലെ അവൾക്ക് ബാക്ക് ഒരു മസാജ് ആയിരിക്കും ആവശ്യമുള്ളത്, അല്ലെ അവൾക്ക് തലവേദന ആയിരിക്കും, ഒരു ഫുഡ് നമുക്ക് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യാം. എത്രയോ വൈഫുകൾ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എന്റെ അച്ചായൻ എന്നെ എന്നെ അറിഞ്ഞായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരിക്കും. നിറയെ പേര് നമ്മൾ കണ്ടതുപോലെ നമ്മളെ ഒരു ഒബ്ജക്റ്റ് പോലെ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഭാര്യയെ സ്നേഹിക്കുക, അവരെ മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തിൽ അവർ എന്തൊക്കെ വേദനയാണ് കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. താങ്ക് യു. ഇനിയും ചാറ്റ് പ്രൈവറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആരാണ്ട് പറയുക. ജോലിക്ക് പോയി തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്കിത് കിട്ടാറില്ല. എന്റെ ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, ഇപ്പം ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം വേണ്ട. എന്തുകൊണ്ട് അറിയത്തില്ല. ഒന്നീ ടയർഡ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ സം അതർ കണക്ഷൻ എവിടെയെങ്കിലും ആയി കാണാം. എന്തൊക്കെയായോ നമുക്കറിയത്തില്ല, സിറ്റുവേഷൻ അറിയത്തില്ല. പക്ഷെ ഇത് ചിലപ്പം അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും. നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെങ്കിലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. Some problems can be worked out. Most couples struggle with the sexual relationship. Okay, sexual desires can and must be reawakened. നമ്മൾ awaken ചെയ്യണം. നമ്മൾ അതിനെ ഒരു എക്സൈറ്റ്മെന്റിൽ കൊണ്ടുവരണം. Don't say it is your. മിക്കവാറും നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാല്, നിന്റെ പ്രോബ്ലം ആണ്, എന്റെ പ്രോബ്ലം അല്ല, നീ വേണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. സോ അതൊന്നും നമ്മൾ മാറ്റണം.
നമ്മൾ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മേക്കിംഗ് ചേഞ്ചസ്, നമുക്ക് ചേഞ്ച് വരുത്താം. നമ്മൾ ബോഡി ഇപ്പം ഇപ്പൊ ഇന്ന് വന്ന കൗൺസിലിംഗിൽ പറഞ്ഞതാ, എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഒരു ബൾക്കി ആയിപ്പോയി, ഭയങ്കര തടി വെച്ചുപോയി, നീ പണ്ടത്തെ പോലെ അല്ലടി, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ബൾക്കി ആണോ ചോദിച്ചപ്പം ഞാൻ ബൾക്കി അല്ല, ഞാൻ സ്ലിം ആ, പക്ഷെ എന്റെ ഹസ്ബൻഡ് ബൾക്കിയുള്ള ബോഡി വേണം. I mean, expectations are changing. So അതുകൊണ്ട് പല രീതിയിൽ ആൾക്കാരുടെ റിക്വയർമെന്റ് മാറും. അതുകൊണ്ട് നമ്മൾ സെക്ഷുവൽ ഇൻട്രസ്റ്റ് നമുക്ക് മാറിക്കൊണ്ടുവരും. Some involved deeper issues from the past. ചില ആൾക്കാര് കല്യാണത്തിന് മുമ്പുള്ള ചില കാര്യങ്ങൾ, ജസ്റ്റ് ഒരു കാര്യം പറയുക, ജസ്റ്റ് ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ലേഡി വന്നായിരുന്നു. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ ആൻസർ ചെയ്യാം. ചാറ്റ്സ്, ഇഷ്ടംപോലെ ചാറ്റ്സ് വരുന്നുണ്ട് ഈ ഇന്നത്തെ ക്ലാസ്സിൽ. ഇതുവരെ വരാത്ത ഒരു ചാറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് പാർട്ടിസിപ്പൻസ്. നിങ്ങൾ ചാറ്റ് അയക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഡീപ്പറായിട്ട് ക്ലാസ്സിന് പോകാനുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ഈ ക്ലാസ് ഇവിടെ വരെ നിർത്താൻ പറ്റത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ ഓർഗനൈസർ എടുത്ത് വീണ്ടും ഇത് നമ്മൾ ക്ലോസ് ചെയ്തതിനു ശേഷം 1 more സെഷൻ ഇതിനു വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിട്ട് മാറ്റി കൺവേർട്ട്, അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത ആഴ്ച നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെക്കാൻ പോവുക. ആ വെറും ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഉള്ളൂ. അതിന്റെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അവിടെ ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഒന്ന് ചോദിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എടുത്ത് അന്ന് നമ്മൾ ലാസ്റ്റ് ഡേയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എപ്പിസോഡും കൂടെ നമുക്ക് എക്സ്ട്രാ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തേക്ക് നമുക്കിത് നിർത്താം. സോ വി ഹാഡ് എ കൗൺസിലിംഗ് സിറ്റുവേഷൻ. ഒരു കപ്പിൾ, ഞങ്ങൾക്ക് അറിയുന്ന ഒരു കപ്പിളാ, നല്ല വെളിയിൽ കാണുമ്പം നല്ല കപ്പിളായിരുന്നു. ഐ മീൻ കാണാനൊക്കെ നല്ല ഗുഡ് കപ്പിൾ. 2 പിള്ളേരുണ്ട്. ഒരു വട്ടം പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വന്ന് പറഞ്ഞു, ഐ വോണ്ട് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങള് എന്താന്ന് പറഞ്ഞപ്പോ എന്റെ വൈഫ് കുറച്ചു നേരം ഹാൻഡിൽ ചെയ്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ ഹസ്ബൻഡിനെ കൂടെ ഇരുത്തിട്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഷീ സെഡ്, എന്റെ ആദ്യത്തെ കാമുകൻ എന്നെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്തു. പക്ഷേ അത് സെക്ഷൽ ഇന്റർകോഴ്സ് ആയി മാറി ഫസ്റ്റ്. ഇപ്പോഴും ഈ പുരുഷന്റെ കൂടെ, ഇപ്പോഴും ഒറിജിനൽ ആയിട്ട് കല്യാണം കഴിഞ്ഞ പുരുഷന്റെ കൂടെ സെക്ഷൽ ആക്ടിവിറ്റി ഇല്ല. പക്ഷെ 2 കുട്ടികളുണ്ട്. സോ കുട്ടികൾക്കും സെക്ഷൽ ആക്ടിവിറ്റിയും കണക്ഷൻ വെക്കരുത് കേട്ടോ. അത് നടക്കുമ്പോൾ നടക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാല് they don't have sexual intimacy. അപ്പൊ അവളുടെ ആ ചിന്ത എന്താന്ന് വെച്ചാൽ, when this man comes on her, she actually the lady thinks about that first relationship and very angry. അതുകൊണ്ട് ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പ്രത്യേകിച്ച് അവളുടെ പുരുഷൻ അവളുടെ ശരീരത്തെ തൊടുവാൻ വരുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം. കാമുകൻ എന്ത് അവളെ ചെയ്തത് ആ ഓർമ്മ വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പുരുഷന് അവള് സമ്മതിക്കുന്നില്ല, ഈ ശരീരത്തെ വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു. ഇങ്ങനെ പല ഇഷ്യൂസ് നടക്കുമ്പം നമ്മൾ അതിനെ ഒരു പേഴ്സണൽ കൗൺസിലിംഗ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേക കല്യാണം കഴിക്കാനുള്ള പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും സ്ത്രീകളായാലും, എങ്ങനെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് ഒന്ന് സംസാരിച്ച് അതിനെ ക്ലോസ് ചെയ്ത് അതിന്റെ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുന്നത് നല്ലതാ. ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് യു. അല്ലെങ്കിൽ ഇപ്പം അത് നിങ്ങൾക്ക് ഒരു ഹേർട്ടായി ഇരിക്കുന്നെങ്കിൽ, പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഹേർട്ടായിരിക്കുന്നെങ്കിൽ,
അത് നമുക്ക് ഡീൽ ചെയ്യണം. അതിനെ ഡീൽ ചെയ്തേ പറ്റത്തുള്ളൂ. ചെറുപ്പത്തിൽ വരുന്ന സെക്ഷൽ ഇഷ്യൂസ്. ഓക്കെ, സംബഡി. Thank you. Another question. Thank you for using English as well. I'm not fluent in Malayalam. It helps me. It's a great topic to be addressed എന്ന് പറയുന്നു. Okay, how can we deal with the situation where we are supposed to enjoy sex but we do not want children in the near future? Can you use contraceptive? Is it biblical? These are very difficult questions to answer, but at the same time, what is good for you, you know, you need to have connection with God, and probably you need to get into that, right? So there are issues which need to be addressed. Okay, there's a very serious question. Okay, I'm not using any. Okay, so I have so many questions, so many chats. I can't handle chats. In the chat handle in the class പോകത്തില്ല. Already 5-10 minutes ഉള്ളു. So ഞാൻ just ഒരു ചെറിയ ഒരു ഇത് മാത്രം ഒന്ന് ഓടിച്ച് പറയാം. Just for okay, just to tell you, okay. Okay, just to stop here, I just want to share ഒരു ചെറിയ ഒരു കാര്യം മാത്രം പറഞ്ഞ്. Men are like iron box. Okay, ഇത് നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അയൺ ബോക്സ് ചൂടാവും. കണ്ടു കഴിഞ്ഞാൽ മതി, അറോസലായി, റെഡിയായി. പക്ഷേ വിമൻ ആർ ലൈക്ക് പ്രഷർ കുക്കർ. അപ്പൊ നമുക്ക് ആ പേഷ്യൻസ് വേണം. So if you want to have great sex, women should understand that they need to get ready quickly so that they can satisfy their husband. Men need to understand that they are pressure cookers. Our pressure cooker അതുകൊണ്ട് സമയമെടുക്കും. So സമയമെടുത്തെങ്കിലേ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സോ ഇവിടെ ഞാൻ നിർത്തുക, ബിക്കോസ് അനദർ 5 minutes ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് മേ ദി ലോർഡ് ബ്ലെസ് യു. ഇതിന്റെ സബ്ജക്റ്റിൽ ഞാൻ ഒരു ചെറിയ ഒരു മിനിസ്ക്യൂൾ ടോപ്പിക് ഞാൻ ടച്ച് ചെയ്തേക്കുന്നത്. ഇൻ ഡെപ്ത് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് സമയമില്ലാത്തതുകൊണ്ട്. അനേക ചാറ്റ് ഇന്നത്തെ ദിവസം അനേക ചാറ്റ്സ് വന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ സബ്ജക്ട് നിങ്ങൾക്ക് ഇനിയും ഡെപ്ത് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ